ഇതിനകത്ത് ഭരണഘടനാ ഭേദഗതി ബില്ല് 2/3 ഭൂരിപക്ഷം ലോക്സഭ വേണമല്ലോ. 2/3 ഭൂരിപക്ഷം ഇല്ല. അതായത് 180 പേരെ എതിർത്താൽ ആ ബില്ല് ലോക്സഭയിൽ പാസ്സാകില്ല. കോൺഗ്രസും കോൺഗ്രസും തൃണമൂൽ കോൺഗ്രസും DMKയും സമാജ്വാദി പാർട്ടി, ഈ 4 പാർട്ടി, ഇന്ത്യ ബ്ലോക്കിൽ 235 അംഗങ്ങളുണ്ട്. ഈ 4 പാർട്ടികൾ എതിർത്താൽ ലോക്സഭയിൽ ഈ ബില്ല് പാസ്സാവില്ല. അതുകൊണ്ട് സർക്കാർ എന്തിനാണ് ഇത് കൊണ്ടുവന്നതെന്ന് അറിയത്തില്ല. ഇതിലെനിക്ക് തോന്നുന്നത് നേരത്തെയൊക്കെ പറഞ്ഞിരുന്നത്, ഇപ്പോൾ ശ്രീ അജിംഷാദ് പറഞ്ഞപ്പോഴാണ് ഞാൻ ചൊല്ലുന്നത്, അസലത്തിൽ നിന്ന് നന്മ വരാൻ സാധ്യതയില്ലല്ലോ. പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും നേരത്തെ സൂചിപ്പിച്ചതൊക്കെ ഈ ഇപ്പോഴത്തെ സീറ്റുകൾ നേരെ 50% കൂട്ടും എന്നുള്ളതാണ്. അത് ഈ ബില്ലുമായിട്ട് വന്നപ്പോൾ ഞാനങ്ങനെ ആലോചിക്കുകയും ചെയ്തു, ഇത് ഇത്രയും ഉപദ്രവമില്ലാതെ ഇവർ ഈ ബില്ല് പാസ്സാക്കാൻ സാധ്യതയുണ്ടെന്ന് സത്യത്തിൽ ഞാനും ആലോചിച്ച് പോയതാണ്. ഇപ്പോഴാണ് അതിൻ്റെ ആ ഇൻസീഡിയസ് ആയിട്ടുള്ള അതിൻ്റെ അകത്ത് ഒരു ഉപദ്രവകാരിയായ ഒരു എലമെൻറ്റ് ഇപ്പോഴാണ് പുറത്തു ചാടിയത്. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് ഉള്ളൊരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് വെച്ചാൽ, ഇപ്പോൾ ഉത്തരേന്ത്യൻ ഈ പറയുന്ന സംസ്ഥാനങ്ങളൊക്കെ അവർ സാമ്പത്തികമായും പിന്നോക്കമായിട്ടുള്ള സംസ്ഥാനങ്ങളാണ്. സത്യത്തിൽ ഒരു ഇന്ത്യക്കാരൻ എന്ന നിലയ്ക്ക് ഈ സംസ്ഥാനങ്ങൾക്ക് സാമ്പത്തികമായിട്ടുള്ള സപ്പോർട്ട് കേന്ദ്ര സർക്കാർ കൊടുക്കുക എന്നുള്ളതിനോട് എനിക്ക് യോജിപ്പാണ്. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ സാമ്പത്തികമായി മെച്ചപ്പെട്ട രീതിയിലാണെങ്കിൽ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളെ സഹായിക്കാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട് എന്നൊരു ഇന്ത്യക്കാരൻ എന്ന നിലയ്ക്ക് ഞാൻ പറയും. പക്ഷേ അത് രാഷ്ട്രീയപരമായ വിഷയത്തിലേക്ക് അതിനെ നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടി പാടില്ല. കാരണം അത് നമ്മൾ ഒരു നയത്തിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ നമ്മളെടുത്ത തീരുമാനങ്ങളാണ്. അത് മാറ്റാൻ വേണ്ടി പാടില്ല. അത് ഇതൊരു ഉത്തരേന്ത്യൻ ദക്ഷിണേന്ത്യൻ ഡിവൈഡായിട്ട് മാറാൻ വേണ്ടി പാടില്ല. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം സമാജ്വാദി പാർട്ടി അടക്കമുള്ള തൃണമൂൽ കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികൾ ഇതിനെ എതിർക്കും. ഇതിനെ ഒരു ദക്ഷിണേന്ത്യൻ ഉത്തരേന്ത്യൻ സംസ്ഥാനം പ്രശ്നമാക്കി മാറ്റരുത്. ഇത് ഈ പരിപാടിയിൽ നിന്ന് കേന്ദ്ര സർക്കാർ പിന്മാറണം. സീറ്റുകൾ കൂട്ടുന്നുണ്ടോ എങ്കിൽ ഇപ്പോഴത്തെ പ്രൊപ്പോർഷൻ അനുസരിച്ച് കൂട്ടണം. നമ്മുടെ രാജ്യം ഒരുമിച്ച് നിന്നെങ്കിൽ മാത്രമേ ഈ സീറ്റ് ഉണ്ടാക്കുന്നതിലും ഈ ടാക്സ് കൊടുക്കുന്നതിലും ഒക്കെ നമുക്കൊരു സിസ്റ്റം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കിത് വെച്ച് കളിക്കാൻ പറ്റുള്ളൂ. ആ കാര്യം RSSും BJPയും ഓർക്കണം. അവരത് ഓർത്തില്ലെങ്കിൽ അവരെ ഓർപ്പിക്കാനുള്ള ഉത്തരവാദിത്വം ഈ രാജ്യത്തെ പ്രതിപക്ഷ. തീർച്ചയായിട്ടും ഈ RSSന്റെ സംഘപരിവാർവൽക്കരണം മത്തുപിടിച്ച ആ രീതിയിൽ കേന്ദ്ര സർക്കാർ, മോദി സർക്കാർ, യൂണിയൻ സർക്കാർ നീങ്ങുകയാണ് എങ്കിൽ വലിയ പ്രത്യാഘാതം ഉണ്ടാകും. അത് രാജ്യസ്നേഹികളെ സംബന്ധിച്ചും മറ്റു പല വിധത്തിലും ഉയരുന്ന അനീതിയുടെ തുല്യതയ്ക്ക് ഉള്ള ആക്രമണം, ഭരണഘടന മുമ്പോട്ട് വെക്കുന്ന തുല്യതയ്ക്ക് എതിരെയുള്ള ആക്രമണം കൂടിയായി അത് കാണേണ്ടി വരും.